സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വരുണിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിരിക്കുവാണ്. ഇനി എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഞാനിനി എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കും. ഓരോരുത്തരായിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനും രാധികയെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യയായിട്ട് കണിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് വരുണിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് രാധികയും കൂട്ടി ആദ്യം ആറ്റുവാശ്ശേരിയിലെത്തുകയും മുത്തശ്ശിക്കും യശോദയ്ക്ക് മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും തനിക്കറിയാമെന്നും തന്നോട് ചെയ്ത ചതി എന്താണെന്ന് മുത്തശ്ശിയെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയും ചെയ്യുവാണ് കേട്ടോ വരുൺ. ഇതേസമയം വരുണിൻ്റെ അതിനൊക്കെ പിന്നാലെ പ്രിയങ്കയും അവിടെ എത്തുകയും കലിപൂണ്ട് വീട്ടിലെത്തിയ പ്രിയങ്ക രാധികയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം യശോദ പ്രിയങ്കയെ തടഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ്. ഇനിയും എനിക്ക് നിങ്ങളുടെ എല്ലാം ദുഷ്ടത്തരത്തിന് കൂട്ടു നിൽക്കാനാവില്ല എന്നും പറഞ്ഞിട്ട് രാധികയെ വരുണിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കിത് ശരിയായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് രാധികയെ വരുണിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അമ്മയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിൽ രാധികക്ക് വല്ലാത്തൊരാശ്വാസം തോന്നുവാണ് കേട്ടോ. എന്നാൽ പ്രിയങ്കയും മുത്തശ്ശിയും വെറുതെ ഇരിക്കില്ല എന്ന് അവർക്ക് മുമ്പിൽ വെല്ലുവിളിയായിട്ട് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും സൂര്യയും കൂടി ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുവാണ്. അന്ന് വരുൺ പുതിയ പ്രോജക്റ്റിൻ്റെ ആ മീറ്റിങ്ങിൽ മര്യാദക്ക് പങ്കെടുക്കാത്ത കാരണം ആ ഒരു മീറ്റിങ്ങിൻ്റെ അവസരം നഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുണിന് വിദേശത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് പരമേശ്വരനും സൂര്യയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും മറ്റുമായിട്ട് വരുണിനെ വിദേശത്തേക്ക് വിടാനായിട്ട് പരമേശ്വരൻ ആലോചിക്കുന്ന കാര്യം പത്മിനെ അറിയുന്നതും ഇത് തന്നെയാണ് പറ്റിയ അവസരം. വരുൺ ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ നിന്ന് രാധിക പതിയെ മാഞ്ഞു തുടങ്ങും. അങ്ങനെ വരുണിനെ വിദേശത്തേക്ക് വിടുന്നതിൽ പത്മിനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പരമേശ്വരനോട് പറയുവാണ്. ഇക്കാര്യം ഏട്ടൻ തന്നെ വരുണിനെ അറിയിക്കണം എന്ന് പത്മിനിയും പറയുവാണ് കേട്ടോ. അങ്ങനെ പരമേശ്വരനും സൂര്യയും കൂടി റൂമിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുണിനെയും കൂടി വിളിക്കുന്നുണ്ട്. ഈ സമയം വരുൺ റൂമിലേക്ക് എത്തുമായിരിക്കും. അങ്ങനെ റൂമിലെത്തുന്ന വരുണിനോട് അച്ഛനും ചേട്ടനും കൂടി കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതറിയുന്നതും വരുണാകെ വല്ലാണ്ടാകുവാണ്. കാരണം ഇപ്പോഴത്തെ അവസരത്തിൽ ഇവിടെ നിന്ന് താൻ മാറി നിൽക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും താൻ മാറി നിൽക്കുന്ന അവസരത്തിൽ രാധികയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റാനോ അല്ലെങ്കിൽ അവളെ ഭയപ്പെടുത്താനോ ശ്രമിക്കുമെന്നും വരുണ് നല്ല ടെൻഷനുണ്ട് കേട്ടോ. മാത്രമല്ല ബിസിനസ്സിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏട്ടൻ്റെ വാക്കുകൾ തള്ളിക്കളയാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് വരുൺ. ഇതേസമയം വരുൺ ഇവിടെ നിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വിദേശത്തേക്ക് പോകുന്നതെന്നറിഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. കൽപ്പനയും ഉർവശിയുമൊക്കെ വരുണിവിടെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കും. ചേച്ചിയുടെ കഥ അനീതിയെ കൊണ്ട് തന്നെ തീർക്കാം. അതോടെ നമ്മുടെ പ്രധാന ശത്രുക്കളെല്ലാം തീരും. പിന്നെ ഈ കണിമംഗലം ഭരിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. മാത്രമല്ല കൽപ്പനയും ഉർവശിയും കുടിച്ചെന്ന പ്രിയങ്കൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തി കയറ്റുകയും ചെയ്യുന്നുണ്ട്. വരുണില്ലാത്ത ഈ അവസരം നീ ശരിക്കും മുതലെടുക്കണം. വരുൺ തിരിച്ചെത്തുന്നത് നിന്റെ ഭർത്താവായിട്ട് മാത്രമായിരിക്കണം. അതിന് ആ രാധിക ഈ ഭൂലോകത്തിന് ജീവിച്ചിരിക്കാൻ പാടില്ല. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ രാധികയും ദേവനാരായണനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും ഉണ്ടാകും അവിടെ. പ്രിയങ്കക്ക് രാധികയോട് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. തൽക്കാലം അച്ഛൻ്റെ അടുത്ത് ആ ദേഷ്യമൊന്നും കാണിക്കാതെ ആ വെറുപ്പെല്ലാം മനസ്സിൽ വെച്ച് നിൽക്കുവാണ് പ്രിയങ്കയും. ദേവൻ രാധിക ഇങ്ങനെ പോയിട്ട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാധിക മോൾ പ്രിയങ്ക മോളുടെ കൂടെ വീട്ടിലുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. രാധിക മോൾ അവിടെ ഉള്ളത് കാരണം എനിക്ക് പിന്നെ പ്രിയങ്കയുടെ കാര്യത്തിൽ ഒരു പേടിയുമില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് രാധിക തന്നെ നോക്കുമല്ലോ. അതൊക്കെ കേൾക്കുന്നത് പ്രിയങ്കക്കും ദേഷ്യം വരുക. ഇവൾ ഒറ്റൊരുത്തി ജീവനോടുള്ളത് കാരണം എൻ്റെ ജീവിതത്തിന് ഏക ഭീഷണി. അത് ഞാൻ എന്നേക്കുമായിട്ട് തീർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലാലോചിച്ച് നിൽക്കുമായിരിക്കും പ്രിയങ്ക. പിന്നീട് വരുൺ വിദേശത്ത് പോകുന്നതിനെക്കുറിച്ച് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ കാര്യം പ്രിയങ്ക പറയുവാണ് കേട്ടോ. വരുണിൻ്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞ് രാധികയും ആകെ സങ്കടത്തിലിരിക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ദേഷ്യത്തോട് രാധികയെ നോക്കുക. വരുൺ ഇവിടെ നിന്ന് പൊക്കോട്ടെ, നിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കൂടി എന്ന് പറഞ്ഞ പ്രിയങ്ക ദേഷ്യത്തിൽ രാധികയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ വ്യാഴാഴ്ചത്തെ മഹാ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്